ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ മോനും കൂടാണ് ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കുംബർ റൊട്ടിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്, സ്മോൾ ഒനിയൻ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കുംബറും കൊച്ചുള്ളിയും ജീരകവും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാം. കുക്കുംബർ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. ജീരകവും കൊച്ചുള്ളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് കുക്കുംബറിന് നല്ല വെള്ളം കാണും. അതൊന്ന് ലേശം ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇടാം. മല്ലിയിലയും പച്ചമുളകും നമുക്കിതിലേക്ക് അരിഞ്ഞിടാം. പച്ചമുളക് ആവശ്യത്തിനുള്ള എരിക്ക് ചേർക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരുപാട് ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കുഴയ്ക്കാം. അരിപ്പൊടി കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ആ കുക്കുംബറിൽ തന്നെ കാണും. ആവശ്യമുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി ഇട്ട് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇത് അല്പസമയം ഇങ്ങനെ ചെറിയ തീയിലിട്ടൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. പച്ചമാവല്ലേ, അതൊന്ന് വേവാനുള്ള സമയം കൊടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കല്ലിൻ്റെ ചൂടോടെ എളുപ്പം അത് വേവും. ഓരോന്നും ഉണ്ടാക്കുമ്പോഴും അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് സ്കൂൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനൊക്കെ നല്ല ഒരു പലഹാരമാണിത്. ഇതായിട്ടുണ്ട്. നല്ലപോലെ 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കനത്തി ചൂടാതെ ഒരല്പം കനം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം അത് വെന്ത് കിട്ടും.
നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതിൻ്റെ കൂടെ ഇത് ഹെൽത്തിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചെറുതായിട്ട് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് ചപ്പാത്തി പലകയെ വെച്ച് പ്രസ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. എന്നാൽ മാത്രമേ ഇത് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. കൂടാതെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക.